ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഖില. ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തു പിടിക്കാനാവുന്നില്ല? എക്സാം അടുക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ടെൻഷനാണല്ലേ? 1. പഠിച്ചത് ഓർമ്മിച്ചെടുക്കണം. 2. വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യണം. 3. സമയം വളരെ കുറവ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കാൻ 3 ശക്തമായ സ്റ്റെപ്പുകൾ പറയാൻ പോവുകയാണ്. ഇത് പതിവായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ മെമ്മറി പവർ 100% വളരും. സ്റ്റെപ്പ് 1. ട്രെയിൻ യുവർ ബ്രെയിൻ. സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്. നമുക്ക് ഓർമ്മശക്തി കുറവൊന്നുമില്ല, പക്ഷേ തലയിൽ കയറുന്നില്ല. ടീച്ചർ എന്ന് കുറച്ച് കുട്ടികൾ പറയാറുണ്ട്. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു വിഷയം നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരിക്കൽ വായിച്ചാൽ തന്നെ അത് എളുപ്പത്തിൽ ഓർമ്മിക്കും. പക്ഷേ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് എത്ര തവണ വായിച്ചാലും നമുക്ക് ഓർമ്മിക്കാനാകില്ല, അല്ലേ? കാരണം നിങ്ങളുടെ ബ്രെയിൻ ആ സബ്ജക്റ്റിനെ പേടിക്കുന്നു. പണ്ടെപ്പോഴോ മോശം മാർക്ക് വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ കഴിയുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ അന്ന് മനസ്സ് അസ്വസ്ഥമായിരുന്നിരിക്കും. വാട്ട് എവർ, എന്ത് കാരണമെങ്കിലും ബ്രെയിന് നമ്മൾ കൊടുത്ത ആ നെഗറ്റീവ് ഫീൽ ഇരിക്കുന്നുണ്ട്. അതിനെ മാറ്റണമല്ലേ? എങ്ങനെ മാറ്റും? പ്രതി ദിവസം രാവിലെ നിങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങണം, ദിസ് എക്സാം വിൽ ബി ദ ബെസ്റ്റ് എക്സാം ഓഫ് മൈ ലൈഫ്. ഇത് ഞാൻ പഠിച്ച ഏറ്റവും മികച്ച സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ ഇത് ഞാൻ പഠിച്ചതിൽ ഏറ്റവും മികച്ച ടോപ്പിക്കാണ്. എനിക്കിത് പറ്റും. ഇതിൽ ഞാൻ ടോപ്പ് വാങ്ങും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഇവർക്കെന്താ വട്ടാണോ, ഇവർ പറയുന്നത് ശരിയല്ല എന്നൊക്കെ, അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇത് സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ മനസ്സിലേക്ക് എന്ത് നിറയ്ക്കുന്നുവോ അത് തന്നെ നിങ്ങളുടെ ബ്രെയിനും മൈൻഡും തന്നെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇനി നമുക്ക് എറ്റാപ്പ് 2 പോകാം. എറ്റാപ്പ് 2. ചേഞ്ച് യുവർ ലേണിംഗ് മെത്തേഡ്. പഠനരീതി മാറ്റണം. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഒന്നുകിൽ കാണാപാഠം അല്ലെങ്കിൽ 10 തവണ വായിക്കും, അല്ലേ? പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മൾ മറന്നുപോകും. അതിനൊരു കിടിലം ടെക്നിക്കുണ്ട്. ടെക്നിക് 1. വിഷ്വലൈസേഷൻ. ഇമാജിൻ ചെയ്ത് പഠിക്കുക. നമ്മുടെ തലച്ചോറ് സെന്റൻസുകൾ ഓർക്കുന്നതിനേക്കാൾ 100 മടങ്ങ് ഇമേജുകൾ ഓർക്കും. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു മൂവി കാണുന്ന ഫീൽ അത് കേൾക്കുമ്പോൾ കിട്ടുമോ? ഇല്ല, അല്ലേ? അതുപോലെ തന്നെയാണ് തലച്ചോറ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കണ്ട് മനസ്സിലാക്കിയാൽ എളുപ്പം മനസ്സിലാകും. ഒരിക്കലും മറക്കുകയുമില്ല. അതിനാൽ പഠിക്കുമ്പോൾ ഫിസിക്സിൽ ബോൾ താഴേക്കിറങ്ങുന്ന സീൻ, ഹിസ്റ്ററിയിൽ പഴയ കാലത്ത് നടന്ന സംഭവങ്ങൾ, കെമിസ്ട്രിയിൽ ഫോർമുലകളുടെ സ്റ്റെപ്പ് എല്ലാം മനസ്സിൽ ഒരു സിനിമ പോലെ ഇമാജിൻ ചെയ്തു നോക്കൂ. സത്യത്തിൽ ഇതൊരു സീക്രട്ടാണ്. നിങ്ങളുടെ ക്ലാസ് ടോപ്പറായിട്ടുള്ള കൂട്ടുകാരെല്ലാം ഇങ്ങനെയാകും ചെയ്യുന്നത്. ഇതൊരു സയന്റിഫിക് സീക്രട്ടാണ്. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ടെക്നിക് 2. യൂസ് യുവർ സെൻസസ്. സെൻസുകൾ ഉപയോഗിച്ചു പഠിക്കുക. നിങ്ങൾ എന്നും അച്ഛനെയും അമ്മയെയും കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഫേസ് ഓർത്ത് വരക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഓർമ്മിച്ച് വരക്കാൻ കുറച്ചുപാടാണല്ലേ? കാരണം കണ്ടതുകൊണ്ട് മാത്രം ഓർമ്മയുണ്ടാകില്ല. അതിനു പകരം മനസ്സിൽ വരയ്ക്കുക, കൈകൊണ്ട് കുറിക്കുക. ഇതിന് ഒരു റഫ് നോട്ട് ഉപയോഗിക്കുക. നിങ്ങൾ കൂടുതൽ സെൻസസ് ഉപയോഗിക്കുമ്പോൾ ഐസ് പ്ലസ് ഹാൻഡ് പ്ലസ് മൈൻഡ് നിങ്ങൾ പഠിച്ചതെല്ലാം ഡയറക്റ്റായി ലോങ് ടേം മെമ്മറിയായി പോകും. ടെക്നിക് 3. ടീച്ച് അതേഴ്സ്. മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഓരോ ചാപ്റ്ററും പഠിച്ച ശേഷം പുസ്തകം അടയ്ക്കുക, നിൽക്കുക അല്ലെങ്കിൽ നടക്കുക. നിങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിക്കുന്ന പോലെ മുഴുവൻ 3 വിശദീകരിക്കുക. മറ്റൊരാളില്ലെങ്കിൽ നോ പ്രോബ്ലം, സ്വയം നിങ്ങളെ തന്നെ പഠിപ്പിക്കൂ. റിവിഷൻ ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ വഴി ഇതുതന്നെയാണ്. സ്റ്റെപ്പ് 3. ഇൻക്രീസ് കോൺസെൻട്രേഷൻ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കോൺസെൻട്രേഷനില്ല. ഒന്ന് വായിക്കാനിരുന്നാലും മനസ്സ് 2 മിനിറ്റിൽ തന്നെ പലതും ചിന്തിക്കും. ഫോൺ ഉപയോഗിക്കാൻ തോന്നും, റീൽസ് കാണാൻ തോന്നും, പുറത്തു പോകാൻ തോന്നും. അങ്ങനെ. അത് മാറ്റാൻ ഏറ്റവും മികച്ച സയന്റിഫിക് ടെക്നിക് 40 ഹെർട്സ് ബിനാറൽ ബിറ്റ്സ്. ഇത് കേട്ടാൽ ഫോക്കസ് അത്യന്തം വർദ്ധിക്കും, ഡിസ്ട്രാക്ഷൻ കുറയും, ബ്രെയിൻ വേവ്സ് സ്റ്റേബിൾ ആവും, മെമ്മറി പവർ പെട്ടെന്ന് വളരും.
ഹെഡ്ഫോണിൽ 10 മുതൽ 15 മിനിറ്റ് കേൾക്കാം. പരീക്ഷക്കാലത്ത് പാട്ടുകൾ കേൾക്കുന്നത് ഒഴിവാക്കണം. കാരണം പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ ട്യൂൺ എക്സാം ഹാളിൽ ഓടിക്കൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകില്ലേ? ഓർത്തു നോക്കൂ. പരീക്ഷ സമയങ്ങളിൽ റിലാക്സേഷനു വേണ്ടി 40 ഹെർട്സ് ബിനാറൽ ബീറ്റ്സ് കേൾക്കൂ. എപ്പോഴും കേൾക്കാനല്ല കേട്ടോ, ജസ്റ്റ് റിലാക്സേഷനു വേണ്ടി മാത്രം. ഈ 3 സ്റ്റെപ്സ് ഫോളോ ചെയ്തു നോക്കൂ. ഒരു തവണ വായിച്ചാൽ തന്നെ ഓർമ്മിക്കും, ദീർഘകാല മെമ്മറിയിൽ സേവ് ആവും, കോൺസെൻട്രേഷൻ ശക്തമായി വളരും. നിങ്ങളും ഒരു ടോപ്പറാകും. ടോപ്പർമാർ ഈ രഹസ്യങ്ങൾ ഒളിപ്പിക്കും. പക്ഷേ യഥാർത്ഥ സത്യം ഇതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുക്കൂ. നന്ദി എല്ലാവർക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.